കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുമ്പോൾ NDAയുടെയും BJPയുടെയും ഒക്കെ നിലപാട് അതോടൊപ്പം തമിഴ്നാട്ടിൽ ചെലുത്താൻ കഴിയുന്ന സ്വാധീനത്തെക്കുറിച്ച് ഏകദേശ ധാരണ ഉണ്ടാകേണ്ടതാണ്. അതിനനുസരിച്ചുള്ള ഗ്രാസ് റൂട്ട് ലെവൽ തുടക്കം തന്നെ അവർ ഒരുപക്ഷേ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ഏതൊക്കെ രീതിയിലായിരിക്കണം പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതിൽ ഇപ്പോൾ തന്നെ അവർക്ക് ഏകദേശ ധാരണയുമായി കാണും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭാഷ, അഴിമതി ഇതൊക്കെ അവർ വ്യക്തമായി തന്നെ നിലപാടിലൂടെ പറഞ്ഞു വെക്കുന്നത് പൊതുസമൂഹത്തോട്. നമുക്കറിയാം, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി തമിഴ്നാട് സർക്കാർ അത് നടപ്പിലാക്കില്ല എന്ന് പറയുമ്പോഴും അവിടുത്തെ സ്വകാര്യ സ്കൂളുകൾ നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ളത് BJP ആരോപിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ദ്രാവിഡ രാഷ്ട്രീയം അത് എത്രയൊക്കെ DMKയ്ക്ക് അനുകൂലമാകുന്നുവോ അതിനെ പ്രതിരോധിക്കുന്നതിനായി ഹിന്ദുത്വ ഏകീകരണ വോട്ടുകളിലും BJP ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ DMK ഇപ്പോൾ വച്ചു പുലർത്തുന്ന അഴിമതികളിൽ കൂടുതൽ അവർ ശ്രദ്ധ ചെലുത്തുന്നുമുണ്ട്. അങ്ങനെ പടിപ്പടിയായി തങ്ങൾക്ക് തമിഴ്നാടിൻ്റെ സാമൂഹിക മേഖലയിൽ ഒരു സ്വാധീനം ചെലുത്താൻ കഴിയും. നേരത്തെ ശ്രീ M. ജയചന്ദ്രൻ പറഞ്ഞതുപോലെ ഏതെങ്കിലും രീതിയിലുള്ള വിദ്യാഭ്യാസപരമായി ഉയർന്നു വരുന്ന ഒരു തലമുറ ഒരു പക്ഷേ പണ്ട് തങ്ങൾ എന്താണോ ധരിച്ചു വച്ചിരുന്നത് അതിൽ നിന്ന് നേരെ വിപരീതമായി അല്ലെങ്കിൽ അവർക്ക് അനുകൂലമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ചിന്തിച്ചുകൂടെ എന്നുള്ളൊരു ധാരണയിലേക്ക് എത്തുകയാണെങ്കിൽ BJP തമിഴ്നാട്ടിൽ ഒരു സ്വാധീന ശക്തിയായി മാറുകയില്ലേ വരും കാലങ്ങളിൽ? തീർച്ചയായിട്ടും രോഹിണി, പടിപ്പടിയായി ഉയരുന്നൊരു സാഹചര്യത്തെ അത് തീർച്ചയായിട്ടും ഒരു നാച്ചുറൽ പ്രോസസ്സ്, ആ നിലയ്ക്കൊരു സ്വാഭാവിക വളർച്ച BJPക്ക് ഉണ്ടാകുന്നതിന് 2026 ടു ഏർലിയാണ്, വളരെ അടുത്താണ്. കാരണം പടിപ്പടിയായി ഉയരണമെങ്കിൽ അതനുസരിച്ചുള്ള ഗ്രാസ് റൂട്ട് ലെവലുള്ള വർക്ക് വരണം. താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു വശത്ത് ഭാഷാ പ്രശ്നം, മറുവശത്ത് അഴിമതിയുടെ കാര്യങ്ങളെക്കുറിച്ചുള്ള വേണ്ട രീതിയിലുള്ള ഒരു ഓറിയൻറ്റേഷൻ സമൂഹത്തിന് മനസ്സിലാക്കണം. ഈ രണ്ട് കാര്യങ്ങൾ വളരെ വലിയ ഇഷ്യൂസാണ്. ഞാനീ പറയുന്നത് സിനിമാ രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനം കുറഞ്ഞുവെന്ന് പറയുമ്പോഴും വിജയ് രാഷ്ട്രീയത്തിലിറങ്ങി അദ്ദേഹത്തിന് കിട്ടുന്ന സ്വീകരണമെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ മറുവശത്ത് സിനിമാ രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനം കുറഞ്ഞുവെന്ന് തീർത്തും പറയാൻ പറ്റില്ല. കമലഹാസൻ ഒരു പക്ഷേ വേണ്ട രീതിയിൽ ഉയരാൻ കഴിഞ്ഞില്ല, അദ്ദേഹത്തിന് ആ ജനകീയതയൊക്കെ നഷ്ടപ്പെട്ടിരിക്കാം. പക്ഷേ വിജയന് നല്ല ജനകീയത ഇപ്പോഴും ഉണ്ടാകും. സിനിമാ രാഷ്ട്രീയം ഇപ്പോഴും പുറകോട്ടടിച്ചിട്ടില്ല. ഞാൻ കഴിഞ്ഞ ഒരു 60 വർഷമായിട്ട് കൗതുകത്തോടു കൂടി കാണുന്ന ഒരു രാഷ്ട്രീയമാണ് തമിഴ്നാട് രാഷ്ട്രീയം. കാമരാജ് ഒരു വിദ്യാർത്ഥി നേതാവിനോട് തോറ്റ കാലം തൊട്ട് 67 തെരഞ്ഞെടുപ്പ് തൊട്ട് തമിഴ്നാട്ടിലെ നമ്മുടെ അയൽ സംസ്ഥാനത്തെ ശ്രദ്ധിക്കുന്നൊരു ആളാണ് ഞാൻ. അപ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ തമിഴകം എന്ന് പറയുന്നത് അത് നിസ്സാരപ്പെട്ട ഒരു ഫോഴ്സല്ല. BJP വാസ്തവത്തിൽ തമിഴ്നാട് വിജയിക്കുകയാണെങ്കിൽ ശരിക്കും ഇന്ത്യയുടെ രാഷ്ട്രീയ ഏകീകരണം, അതായത് പാർട്ടി വഴിയും പൊളിറ്റിക്കലായിട്ടുള്ള ഇൻ്റഗ്രേഷൻ പൂർണ്ണമായി എത്തി എന്ന് വേണമെങ്കിൽ പറയാം. അത് എത്താനുള്ള ബുദ്ധിമുട്ടാണ് ഞാനീ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ആ ഇൻ്റഗ്രേഷൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്? നിങ്ങൾക്കറിയാമോ, 1972 വരെ ഇന്ത്യയിൽ നിന്ന് വേറിട്ട് പോയി പ്രത്യേക രാജ്യമാവണമെന്ന് ആവശ്യപ്പെട്ടൊരു പാർട്ടിയാണ് DMK. അതിൽ നിന്നൊക്കെ മാറി അവർക്ക് ഫെഡറലായിട്ടുള്ള കാര്യങ്ങളിൽ, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ വ്യക്തമായൊരു നിലപാട് എത്രയോ കാലമായിട്ടുണ്ട്. അത് കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയമായാലും കോൺഗ്രസിനോട് യോജിച്ചു പോകുന്ന രാഷ്ട്രീയമാണെങ്കിലും അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് 1971 ഇന്ദിരാഗാന്ധി ലോക്സഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ മുഴുവൻ സീറ്റും കൂടുതൽ സീറ്റും കോൺഗ്രസ് ഏറ്റെടുത്തിട്ട് അസംബ്ലി വന്നപ്പോൾ 100% സീറ്റുകളും DMKയ്ക്ക് വിട്ടുകൊടുത്തു. എന്ന് പറഞ്ഞാൽ അവിടുത്തെ തമിഴകത്തിൻ്റെ സ്പേസ് റീജിയണൽ ലെവലിൽ ദേശീയ തലത്തിൽ ഇന്ദിരാഗാന്ധിയുടെ കാലം തൊട്ട് അത് അംഗീകാരം കൊടുത്തതാണ്. പിൽക്കാലത്ത് വാജ്പേയി ഗവൺമെൻറ്റിൽ DMK പ്രവർത്തിച്ചിരുന്ന കാലവും ഞാൻ ഓർക്കുകയാണ്. 1999-2004 ഗവൺമെൻറ്റിൽ ആ സമയത്ത് അഴിമതി ആരോപണങ്ങളൊക്കെ അവിടെയുള്ള നേതാക്കന്മാർക്കെതിരെ വന്നെങ്കിലും അന്നത്തെ NDA ഗവൺമെൻറ്റിനെ സ്വാധീനിച്ച് തമിഴ്നാടിന് കിട്ടാവുന്ന ഏറ്റവും നല്ല ഗ്രാൻറ്റുകളും സപ്പോർട്ടുകളും, ഇപ്പോൾ തമിഴ്നാട്ടിലെ റോഡുകളും അവിടുത്തെ അടിസ്ഥാന വികസനവും വിദ്യാഭ്യാസവും ആരോഗ്യരംഗത്തുള്ള മാറ്റങ്ങളുമെല്ലാം കണ്ടു കഴിഞ്ഞാൽ പഴയ കാലത്തെ 47-ലെ തമിഴ്നാടല്ല ഇന്നത്തെ തമിഴ്നാടെന്നുള്ളതാണ് വസ്തുത. സംവരണം എന്ന് പറയുന്ന കാര്യം സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ തമിഴ്നാട്ടിൽ വന്നതാണ്. ഇന്നിപ്പോൾ 69% സംവരണം
പ്രായോഗികമാക്കിയ ഒരു സംസ്ഥാനം കൂടിയാണ് 50%-അപ്പുറം. അപ്പോൾ ചുരുക്കത്തിൽ അവിടുത്തെ ആ ഒരു സോഷ്യൽ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ അത് പ്രാദേശികമായിട്ട് ഏകീകരിച്ചു പോവുകയും ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് വലിയ സ്ഥാനം കിട്ടാതെ, കോൺഗ്രസ് ആദ്യമേ അത് മുട്ടുമടക്കിയൊരു സംസ്ഥാനമാണ്. ആകെ രാജീവ് ഗാന്ധി മരിച്ചതിന് ശേഷം വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് ഒരുപക്ഷെ ഒരു നാഷണൽ ട്രെൻഡിനോടൊപ്പം ഒത്തുനിന്ന് DMKയും തമിഴ്നാടും വോട്ട് ചെയ്തത്. അന്ന് LTTക്കെതിരെയുള്ള വികാരം ശക്തമായി രാജീവ് ഗാന്ധിയുടെ വധത്തിന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ. അതൊഴികെ ബാക്കി എല്ലാ സമയത്തും ഒരു ഡിസ്റ്റിങ്ക്ട് ഐഡൻറ്റിറ്റി, അത് MG രാമചന്ദ്രൻ്റെ വ്യക്തിത്വമായാലും ADMKയുടെ നേതൃത്വമായാലും ജയലളിതയുടെ സ്വാധീനമായാലും അവരെയൊക്കെ തോൽപ്പിച്ചിട്ടുണ്ട്. MG രാമചന്ദ്രൻ മാത്രമേ തോക്കാതെ ഉള്ളൂ. ലോക്സഭയിൽ തോറ്റിട്ടുണ്ട് അദ്ദേഹമല്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടി. പക്ഷേ അസംബ്ലിയിൽ ഒരിക്കലും തോൽക്കാത്ത അദ്ദേഹം ശക്തനായിരുന്നപ്പോൾ MG രാമചന്ദ്രൻ്റെ ADMK എന്നും വിജയിച്ചിട്ടുണ്ട്. ജയലളിത അതേസമയം പരാജയപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ ഈ രണ്ട് പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങൾക്കിടയിൽ കൂടിയാണ് DMK വരേണ്ടത്. അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് ബാലികേറ മലയാണെന്ന്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ സ്റ്റാലിൻ ചൂണ്ടിക്കാണിക്കുന്നത് അതും കേന്ദ്രവിരുദ്ധമായിട്ടാണ്. അതായത് ഡീലിമിറ്റേഷൻ, ഈ നിയോജകമണ്ഡലങ്ങളുടെ പുനർനിർണയം. ആ പുനർനിർണയ ചർച്ച നടന്നു, പക്ഷേ അത് പൂർണ്ണമായിട്ടില്ല. സെൻസസ് നടക്കാതെ പറ്റത്തില്ല എന്നറിയാം. 2031 തിരഞ്ഞെടുപ്പിനോടുകൂടിയെങ്കിലും, ഇപ്പോൾ സ്വാഭാവികമായിട്ടും 2031 ഒരു തിരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ 30-ലോ 31-ലോ 2028 സെൻസസ് നടപടികൾ പൂർത്തിയാക്കണം. പക്ഷേ അതിൻ്റെ പുറകിലുള്ളൊരു വലിയൊരു ബോംബ് എന്താണെന്ന് അറിയാമോ? പ്രധാനപ്പെട്ട ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ സെൻസസ് മാറുമ്പോൾ, സെൻസസ് കണക്കെടുക്കുമ്പോൾ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടി വരും. കഴിഞ്ഞ 60 വർഷമായിട്ട് സീറ്റുകളുടെ എണ്ണം നമ്മൾ മാറ്റിയിട്ടില്ല. 543 തന്നെ നിൽക്കുകയാണ്. ഉദാഹരണമായിട്ട് ഉത്തർപ്രദേശ് തന്നെ നമ്മളത് ഡീലിമിറ്റേഷൻ ആ നിലയിൽ കണ്ടാൽ മതി. പുനർനിർണ്ണയം എന്നുള്ള നിലയിൽ ഇപ്പോഴുള്ള 80 സീറ്റ് ഉത്തർപ്രദേശിൽ 120 സീറ്റായിട്ട് മാറും. ഇത് കണക്കാക്കിയാണ് സ്റ്റാലിൻ ചൂണ്ടിക്കാണിച്ചത് ഞങ്ങൾക്കുള്ള 39 സീറ്റ് 32 കുറയും എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ തമിഴിൻ്റെ വികാരം വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഡീലിമിറ്റേഷൻ തന്നെ മറ്റൊരു ചലഞ്ചാണ്. ഇപ്പോൾ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി നമുക്കത് എങ്ങനെയെങ്കിലും ഓവർകം ചെയ്യാം. പക്ഷേ അത് ഈ സമയത്തും ഗ്രാൻഡ് കിട്ടുന്നില്ല, തമിഴിന് വേണ്ട ഗ്രാൻഡ് കൊടുക്കുന്നില്ല എന്നുള്ള വികാരം വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ട് സ്റ്റാലിൻ ജനങ്ങളിടയിൽ മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് തമിഴരുടെ ഇടയിൽ DMKക്ക് അനുകൂലമായിട്ടും ഗവൺമെൻറ് അനുകൂലമായിട്ടുള്ള വികാരം സൃഷ്ടിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. അത് ഇല്ല എന്ന് പറയാം. പ്രത്യേകിച്ച് ഗ്രാൻഡ് വരുന്നില്ല. വാജ്പേയിയുടെ സമയത്തൊക്കെ നല്ലപോലെ ഗ്രാൻഡ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ പേര് 2020 കോടി രൂപ കൊടുക്കാനുള്ള സമഗ്ര ശിക്ഷാ അഭിയാൻ കൊടുത്തിട്ടില്ല. ഇത് തന്നെ അവർ കത്തിച്ചുകൊണ്ട് നിൽക്കും. പിന്നെ രണ്ടാമതാണ് ഈ മണ്ഡല പുനർനിർണ്ണയം. ഇപ്പോൾ ചുരുക്കത്തിൽ ഈ രണ്ട് പ്രധാനപ്പെട്ട പ്രാദേശിക വിഷയങ്ങളും കത്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മറുവശത്ത് എങ്ങനെയാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ച ഇടത് നിരീക്ഷകൻ ചൂണ്ടിക്കാണിച്ച ആ ഒരു കാര്യം, എങ്ങനെയാണ് മിഡിൽ ക്ലാസ്സിൻ്റെ ഇടയിൽ BJPക്ക് ശക്തി വളരുന്നത്? അവിടെ ഇത്രയൊക്കെ പ്രോഗ്രസ് വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും അടിസ്ഥാന വികസന രംഗത്തുമൊക്കെ തമിഴ്നാട്ടിൽ വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന ആൾ നമുക്കറിയാമല്ലോ. അത് നിൽക്കുമ്പോഴും ഇപ്പോഴും ഈ ജാതിക്കളി ഒട്ടും കുറഞ്ഞിട്ടുമില്ല. അവിടെയും ഈ ഫാക്ടർ, ആ ജാതിക്കളി വരുന്നതും ഹിന്ദുത്വ ആശയത്തിന് വിരുദ്ധമായിട്ടല്ലേ വരുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഇതെല്ലാം കീറാമുട്ടികളായിട്ട് നിൽക്കുകയും അവിടെ ഉണ്ടാകുന്ന ഇത്തരം സാഹചര്യങ്ങൾ, ഇപ്പോൾ അണ്ണാമലൈ വിദ്യാഭ്യാസമുള്ള ആളാണ്, IPSCന്ന് രാജ്യത്ത് രാഷ്ട്രീയത്തിൽ വന്ന ആളാണ്, അദ്ദേഹത്തിന് മിഡിൽ ക്ലാസ്സിന് അപ്പീൽ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും, അദ്ദേഹം പിന്നോക്ക സമുദായക്കാരനാണ്, ഇതൊക്കെ സത്യമാണ്. പക്ഷേ എന്നാലും ആ ഒരു നോർത്ത് ഇന്ത്യൻ ടാഗ് അവിടെ നിലനിൽക്കുന്നത് മാറ്റണം. അത് കേരളത്തിൽ പോലും അത് മാറിയേക്കും. പക്ഷേ തമിഴ്നാട് അതിനേക്കാൾ ബുദ്ധിമുട്ടാണ്. കർണാടകയിൽ BJP അധികാരത്തിൽ പല പ്രാവശ്യം വന്നല്ലോ. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ നമ്മൾ അതിനെ വളരെ നിസ്സാരമായിട്ട് അങ്ങ് 26 ജയിച്ചു കളയാമെന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ രാഷ്ട്രമീമാംസയൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകർ നമുക്കത് തോന്നുന്നൊരു പ്രായോഗികതയുണ്ട്. അത് എത്രത്തോളം പടിപ്പടിയാണെന്ന് താങ്കൾ ചൂണ്ടിക്കാണിച്ചതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. ഒരു പക്ഷേ 10-20 വർഷം കൊണ്ട് വളരാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടായേക്കാം. പക്ഷെ അത് പൊടുന്നനമേ സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 1998 കോയമ്പത്തൂർ ബ്ലാസ്റ്റിന് ശേഷമുണ്ടായ ഒരു വികാരം, തീവ്രവാദികൾക്കെതിരെ ഉണ്ടായ വികാരം, ആ സമയത്ത് മാത്രമാണ് 3 ലോക്സഭാ സീറ്റ് BJP നേടിയത്. പിന്നീട് ആ ലോക്സഭാ സീറ്റ് പോലും BJPക്ക് തമിഴ്നാട്ടിൽ കിട്ടിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഇലക്ട്രൽ പൊളിറ്റിക്സ് മാത്രമല്ല, അവിടുത്തെ ഒരു സോഷ്യൽ ഫാക്ടർ, സോഷ്യൽ സ്ട്രക്ചർ, അതെല്ലാം വലിയ വെല്ലുവിളികളാണ്. ഇനി ADMK ഭാവിയിൽ ഇല്ലാതാവുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ആ സ്പേസിലേക്ക് BJP കയറേണ്ടി വരും.
കാരണം ADMKക്ക് ഇപ്പോൾ പറഞ്ഞ OPSൻ്റെ EPS നേതാക്കന്മാർ തമ്മിലുള്ള അടി ഇവിടെ നിൽക്കുകയും അവർക്ക് 2-3 തവണ ഇലക്ഷൻ തോറ്റു കഴിഞ്ഞാൽ പിന്നെ ഒരുവിധപ്പെട്ട അണികളെല്ലാം ഒന്നുകിൽ BJP ചേരും, അല്ലെങ്കിൽ തീർച്ചയായിട്ടും DMK ചേരും. അങ്ങനെ ADMKക്ക് വലിയൊരു ഭാവി ഞാൻ കാണുന്നില്ല. പക്ഷേ വിജയൻ്റെ സിനിമാ നടൻ വിജയൻ്റെ പാർട്ടിക്കും മുഖ്യധാര പാർട്ടിയായ DMKയും അവിടെ ശക്തമായി നിലനിൽക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ കുറച്ച് കാണാൻ പറ്റില്ല. അതെ.